ചൈനീസ് വൻമതിലിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകം ഞെട്ടലോടെ കേൾക്കുന്ന വാർത്തകളാണ് ബീജിംഗിൽ നിന്ന് പുറത്തു വരുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ വധിക്കാൻ ശ്രമം നടന്നു. സ്വന്തം നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന കളിക്കൂട്ടുകാരനായ സൈനിക മേധാവിയെ ഷീ ജിൻപിങ് ജയിലിലടച്ചോ? ഉത്തരം അതെ എന്നാണ്. മാവോയ്ക്ക് ശേഷം ചൈന കണ്ട ഏറ്റവും ശക്തനായ നേതാവ് ഇന്ന് സ്വന്തം നിഴലിനെ പോലും ഭയക്കുന്ന അവസ്ഥയിലാണ്. ചൈനീസ് സൈന്യമായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഏറ്റവും ഉന്നതനായ ജനറലിനെ ഷീ ജിൻപിങ്ങിന്റെ വലം കൈയായിരുന്ന ജനറൽ ഷാങ് യൂഷിയെ അഴിമതിയും രാജ്യദ്രോഹവും ആരോപിച്ച് പുറത്താക്കിയിരിക്കുന്നു. ഇത് വെറുമൊരു അച്ചടക്ക നടപടിയല്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രക്രിയ അല്ലെങ്കിൽ ശുദ്ധീകരണം എന്ന് പറയപ്പെടുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ CMC വൈസ് ചെയർമാനായ ജനറൽ ഷാങ് യൂഷിയ, ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ലിയു ഷെൻലി എന്നിവർ ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് അന്വേഷണം നേരിടുകയാണെന്ന്. ചൈനീസ് സൈന്യത്തിൽ ഷീ ജിൻപിങ് കഴിഞ്ഞാൽ ഏറ്റവും അധികാരമുള്ള വ്യക്തിയായിരുന്നു 75-കാരനായ ഷാങ് യൂഷിയ. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കത്തിന് കാരണം? ഇവിടെയാണ് തെക്കൻ കൊറിയൻ മാധ്യമമായിട്ടുള്ള ചോസൻ ബീസ് പുറത്തുവിട്ട സ്ഫോടനാത്മകമായിട്ടുള്ള റിപ്പോർട്ട് പ്രസക്തമാകുന്നത്. ജനുവരി 18-ന് രാത്രി ബീജിംഗിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഷീ ജിൻപിങ്ങിനെ വധിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒരു ഗൂഢാലോചന നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഷാങ് യൂഷിയും ലിയു ഷെൻലിയും ചേർന്നാണ് ഈ അട്ടിമറിക്ക് ശ്രമിച്ചതെന്നും എന്നാൽ കൃത്യം 2 മണിക്കൂർ മുൻപ് ഈ വിവരം ചോർന്നുവെന്നും പറയപ്പെടുന്നു. ഷീ ജിൻപിങ് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്നാണ് അഭ്യൂഹം. ഈ വാർത്തയ്ക്ക് ചൈനീസ് സർക്കാർ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ലെങ്കിലും തൊട്ടു പിന്നാലെ നടന്ന ഈ അറസ്റ്റുകൾ വിരൽ ചൂണ്ടുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നതിലേക്ക് തന്നെയാണ്. കേവലം അഴിമതി മാത്രമല്ല, ഇവർക്കെതിരെയുള്ള ആരോപണം ഷാങ് യൂഷിയ ചൈനയുടെ ആണവ രഹസ്യങ്ങൾ അമേരിക്കയ്ക്ക് ചോർത്തി നൽകി എന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണവും ഇവർ നേരിടുന്നുണ്ട്. ചാരവൃത്തി ആരോപിക്കുന്നത് ഒരുപക്ഷെ ഇവരെ കൊടുക്കാനുള്ള ഷീയുടെ തന്ത്രം തന്നെ ആയിരിക്കാം. യഥാർത്ഥ കാരണം പുറത്തുവിടാൻ മടിക്കുന്നതിനാൽ. ഇതൊരു സാധാരണ രാഷ്ട്രീയ നീക്കമല്ലെന്ന് മനസ്സിലാക്കാൻ ഷീ ജിൻപിങ്ങും ഷാങ് യൂഷിയയും തമ്മിലുള്ള ബന്ധം നമ്മൾ അറിയണം. ഇരുവരും പ്രിൻസ്ലിങ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ചൈനീസ് വിപ്ലവ കാലത്ത് തോളോട് തോൾ ചേർന്ന് പോരാടിയ പഴയ നേതാക്കളുടെ മക്കൾ. കിൻഡർ ഗാർട്ടൻ മുതൽ ഒരുമിച്ച് വളർന്ന സഹോദരനെ പോലെ കണ്ടിരുന്ന സുഹൃത്താണ് ഷാങ്. ഷീ ജിൻപിങ് അധികാരത്തിലെത്തിയ ശേഷം സൈന്യത്തിൽ തന്റെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ ഷീ ഉപയോഗിച്ച വാളായിരുന്നു ഷാങ് യൂഷിയ. 2022-ലെ പാർട്ടി കോൺഗ്രസിൽ വിരമിക്കൽ പ്രായം കഴിഞ്ഞിട്ടും ഷാങ്ങിനെ മാത്രം ഷീ നിലനിർത്തിയത് ആ വിശ്വാസം കൊണ്ടായിരുന്നു. എന്നാൽ അധികാരത്തിന് മുന്നിൽ സൗഹൃദത്തിന് സ്ഥാനമില്ലെന്ന് ഷീ ജിൻപിങ് തെളിയിച്ചിരിക്കുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ല. 2025 ഒക്ടോബറിൽ മറ്റൊരു വൈസ് ചെയർമാനായിരുന്ന ഹേ വെയ്ഡോങ്ങിനെ പുറത്താക്കിയിരുന്നു. 2023 മുതൽ കാണാതായ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിമാരും വേറെ. ചുരുക്കത്തിൽ ചൈനീസ് സൈന്യത്തിന്റെ തലപ്പത്ത് ഇപ്പോൾ ഷീ ജിൻപിങ്ങും അഴിമതി വിരുദ്ധ വിഭാഗം തലവനായ ഷാങ് ഷെങ്മിനും മാത്രമേ ഉള്ളൂ. യുദ്ധപരിചയമുള്ള സൈന്യത്തെ നയിക്കാൻ കഴിവുള്ള ജനറൽമാരെയെല്ലാം ഷീ ജിൻപിങ് സംശയത്തിന്റെ പേരിൽ ജയിലിലടച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഷീ ജിൻപിങ് ഇത്രയധികം ഭയപ്പെടുന്നത്? ഉത്തരം ചൈനയുടെ ഇന്നത്തെ അവസ്ഥയിലുണ്ട്. പുറം ലോകത്തിന്റെ മുന്നിൽ ചൈന ഒരു വൻ ശക്തിയാണെങ്കിലും അകത്ത് ആ രാജ്യം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമതായി സമ്പദ് വ്യവസ്ഥ. ചൈനയുടെ വളർച്ചയുടെ നട്ടെല്ലായിരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ റെക്കോർഡ് നിരക്കിലാണ്. ബിരുദധാരികൾക്ക് ജോലിയില്ല, സാധനങ്ങൾ വാങ്ങാൻ ആളില്ല, ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നു. രണ്ടാമതായി ജനസംഖ്യാ തകർച്ച. ചൈന അതിവേഗം വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കൾ വിവാഹം കഴിക്കാനും പ്രത്യുൽപാദനത്തിനും മടിക്കുന്നു. ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടി എന്ന നയം തിരുത്തിയിട്ടും ജനനിരക്ക് അവിടെ കൂടുന്നില്ല. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനും ഷീ ജിൻപിങ് കണ്ടെത്തിയ ഒരു മാർഗമാണ് സമ്പൂർണ്ണ ശുദ്ധീകരണം. 2012-ൽ അധികാരത്തിൽ വന്ന ശേഷം ഇത് 12-ാം തവണയാണ് തനിക്കെതിരെ അട്ടിമറി ശ്രമം നടക്കുന്നത് എന്ന് ഷീ ആരോപിക്കുന്നത്. ഇതിനെ ഏകാധിപതിയുടെ ചിത്തഭ്രമം അഥവാ ഡിക്റ്റേറ്റേഴ്സ് പാരനയ്യ എന്ന് വിളിക്കാം. ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥ, കൂടെയുള്ള നിഴൽ പോലും തന്റെ കസേര തെറിപ്പിക്കുമോ എന്ന ഭയം. വിദേശ കമ്പനികളെയും സ്വന്തം ജനങ്ങളെയും ഇപ്പോൾ സ്വന്തം സൈന്യത്തെ പോലും ഷീ സംശയത്തോടെയാണ് കാണുന്നത്. ചുരുക്കത്തിൽ 2027-ൽ തായ്വാനെ പിടിച്ചെടുക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സൈന്യത്തിന്റെ ആത്മവീര്യമാണ് ഷീ ജിൻപിങ് സ്വന്തം കൈകൾ കൊണ്ട് തകർത്തിരിക്കുന്നത്. യുദ്ധം നയിക്കാൻ പ്രാപ്തിയുള്ള ജനറൽമാരെല്ലാം തന്നെ ജയിലിലാണ്. പകരം വരുന്നവർക്ക് ഷീ ജിൻപിങ്ങിനോടുള്ള വിധേയത്വം മാത്രമേ കൈമുതലായി ഉണ്ടാകൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക വിവരമാണ്. അതിർത്തിയിൽ വെല്ലുവിളി ഉയർത്തുന്ന ചൈനീസ് സൈന്യം
നേതൃത്വമില്ലാതെ ഉലയുകയാണ്. എന്നാൽ മുറിവേറ്റ കടുവയെപ്പോലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഷീ ജിൻപിങ് അതിർത്തിയിൽ എന്തെങ്കിലും സാഹസത്തിന് മുതിരുമോ എന്നും ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഇന്ത്യ. അധികാരം നിലനിർത്താൻ കളിക്കൂട്ടുകാരനെ പോലും ബലി കൊടുക്കുന്ന ഷീ ജിൻപിങ്ങിന്റെ ചൈന വരും ദിവസങ്ങളിൽ എങ്ങോട്ട് നീങ്ങുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.